അപ്പൊ ഇവിടെ നിന്ന് തുടങ്ങി നേരത്തെ പറഞ്ഞ പോലെ ആ 40,000 രൂപ കൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, പ്ലാൻ ചെയ്തു. ഇതിനെ കൊണ്ട് എങ്ങനെ പ്ലാൻ ചെയ്യാം, അതിൽ പ്ലാൻ ചെയ്ത് 40,000 രൂപ 23,000 രൂപക്ക് ഒരു സെക്കൻഡ് ബൈക്ക് വാങ്ങി. സെക്കൻഡ് മതി തീരുമാനിച്ചു. പിന്നീട് എന്റെ അടുത്തൊരു CPU ഉണ്ടായിരുന്നു, അത് വെച്ചിട്ടൊരു മോണിറ്റർ വാങ്ങിച്ചു, ചെറിയ പൈസക്ക് ഒരു മോണിറ്റർ വാങ്ങിച്ചു. പിന്നെ ഒരു ഫ്ലെക്സ് അടിച്ചിട്ട് ഓഫീസിൽ നിന്ന് തുടങ്ങി. അതും അത് ഉള്ളത് കൊണ്ട് തുടങ്ങാൻ തീരുമാനിച്ചതുകൊണ്ട് അൽഹംദുലില്ലാഹ്. അതായത് ലോണൊന്നും എടുത്ത് വലിയ ഉള്ളത് കൊണ്ട് ഒരു സംവിധാനം തുടങ്ങി, ഒരു അഡ്രസ് വെച്ചു, നമ്മൾ തുടങ്ങി. നാട്ടുകാരെ സ്വീകരിച്ചു. നമ്മൾ വിശ്വസ്തയോടുകൂടി അംഗീകാരത്തോടുകൂടി അവർക്ക് വേണ്ട സംഗതികൾ നമ്മൾ ചെയ്തു കൊടുക്കും. അതിന്റെ ഒരു അംഗീകാരം നാട്ടുകാരെ തന്നു. അത് നേരത്തെ വീരാൻകുട്ടിയാക്കന്റെ ഷംസ് എന്നതിന്, പക്ഷെ ഇപ്പം ആപ്കോ ഷംസ് എന്ന് അറിയണേ. നമ്മൾ അഡ്രസ് തന്നെ മാറി, സ്വന്തം നാട്ടിൽ തന്നെ തുടങ്ങി. മറ്റു പലരും പല സ്ഥലങ്ങളിലാണ് തുടങ്ങുന്നത്, നിങ്ങൾ സ്വന്തം നാട്ടുകാരുടെ സപ്പോർട്ട് വലിയ കാര്യമാണ്. വലിയ കാര്യം. നാട്ടില് അതുപോലെ കുറെ പാലിയേറ്റീവ് പോലുള്ള ബിൽഡിങ്, അതുപോലെ കുറെ പള്ളികള്, അങ്ങനെ കുറെ പൊതുമേഖലയിലുള്ള കുറെ സംവിധാനങ്ങള്, അതുപോലെ സാധാരണക്കാരെ ചെറിയ വീടുകളുടെ അങ്ങനെയുള്ള സംവിധാനങ്ങളൊക്കെ കുറെ ആളുകളൊക്കെ ഇറങ്ങി ചെന്നുകൊണ്ട് കീവറമ്പിന്റെ തന്നെ പല പ്രദേശങ്ങളിലേക്കും എനിക്ക് ആക്സസ് ഇല്ലായിരുന്നു. അങ്ങനെയുള്ള അറിയാത്ത പ്രദേശങ്ങളിലൊക്കെ ഇറങ്ങി ചെന്ന് അത് സാധാരണ ചെറിയ വീടുകള് റീസണബിൾ റേറ്റിന് ചെയ്ത് കൊടുക്കുമ്പോൾ ഇപ്പൊ ലാസ്റ്റ് ഞാൻ ചെയ്ത എനിക്ക് ഏറ്റവും ഒരു സാധനം ഫീൽ ചെയ്ത സാധനം, നമ്മളെ വാർഡില് 23 വീടിന് നമ്മള് പഞ്ചായത്ത് ഫ്രീ ആയിട്ട് നമ്മള് ഇത് കൊടുത്തു, അപ്രൂവൽ വാങ്ങിക്കാനുള്ളത്. അതൊരു മനസ്സേറ്റവും സന്തോഷമുള്ള സംഗതിയാണ്. അതെ അതെ അതെ.